ഓം ശാന്തി. എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും വിശേഷ നമസ്കാരം. ഇന്ന് നമ്മൾ ആത്മീയ തീർത്ഥാടനത്തിൽ 10ാം പടിയിലെത്തുകയാണ്. ഒരു വിശേഷ ദിനമാണല്ലേ. ഇന്നത്തെ നമ്മുടെ വിഷയം അയ്യപ്പ വിഗ്രഹം. അയ്യപ്പൻ്റെ വിഗ്രഹം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? വിഗ്രഹം അർത്ഥം വിശേഷാൽ രൂപത്തിൽ ഗ്രഹിക്കാനുള്ളത്. അപ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹം നൽകുന്ന വിശേഷ ധാരണ സന്ദേശം എന്താണ്? ധ്യാനമൂർത്തിയല്ലേ അയ്യപ്പൻ? കലിയുഗ വരദനല്ലേ? അപ്പോൾ ഈ കലിയുഗ കാലഘട്ടത്തിൽ ധ്യാനത്തിൻ്റെ ആവശ്യകത എന്താ? പ്രസക്തി എന്താണ്? അയ്യപ്പൻ മലമേലേക്ക് പോയതേ പിതാവിനോട് പറയുന്നത് എനിക്ക് ധ്യാനിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ ഈ കലിയുഗ കാലഘട്ടത്തെ താണ്ടാൻ കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? കലഹങ്ങൾ, ക്ലേശങ്ങൾ, ടെൻഷൻ, അശാന്തി, രോഗങ്ങൾ, പിന്നെയോ ഏതെല്ലാം തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ, കാമക്രോധ ലോഭമോഹ ദുർവികാരങ്ങൾ, പിന്നെയോ ദേഷ്യം, അഹങ്കാരം, അസൂയ, വെറുപ്പ്, ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലേ. അപ്പോൾ ഒരു ക്ലേശത്തിൻ്റെയും കലഹത്തിൻ്റെയും കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണ്. മനസ്സുകൾക്കുള്ളിൽ ഇരുട്ടാണ്, കറുപ്പാണ്. അപ്പം മനസ്സിലെ ഇരുട്ടും കറുപ്പും നീങ്ങാൻ നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്നതുപോലെയാണ് അയ്യപ്പസ്വാമി നമുക്ക് ആ മൂർത്തി രൂപത്തിലൂടെ തന്നെ ആ വിഗ്രഹം നമ്മളോട് വിളിച്ച് പറയുന്നത്, മക്കളെ, നിങ്ങളും എല്ലാവരും ധ്യാനം പരിശീലിക്കൂ. ധ്യാനം ഒരു അമൃത് പോലെയാണ്. അത് നമുക്ക് ശക്തി മരുന്നാണ്. ധ്യാനം ഒരു ഔഷധമാണ്. അത് നമുക്ക് മെഡിസിൻ്റെ ജോലി ചെയ്യും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകും. ധ്യാനത്തിലൂടെ ഒരു ശുദ്ധീകരണമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആവും. മെഡിറ്റേഷൻ ശാക്തീകരിക്കുകയാണ്. ദുർബലരായ നമ്മളെ സശക്തരാക്കും. ജീവിതത്തിലെ ഏത് സാഹചര്യവും തരണം ചെയ്യാനുള്ള കരുത്തുള്ളവരാക്കി നമ്മൾ മാറ്റും. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് 10ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറാം. ജീവിതയാത്രയിൽ നമുക്കെല്ലാം കർമ്മയോഗികളായി ജീവിക്കണം. കർമ്മയോഗി അർത്ഥം കാര്യവ്യവഹാരങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം. പക്ഷേ ഒരു യോഗിയായിരുന്നു കൊണ്ട് കർമ്മം ചെയ്യണം. മനസ്സിൻ്റെ അവസ്ഥ യോഗിയുടേതായിരിക്കണം. കർമ്മേന്ദ്രിയങ്ങളിലൂടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും ഒരു യോഗിയായിരുന്ന കർമ്മം ചെയ്ത് നോക്കൂ. യോഗി അർത്ഥം എന്താണ്? സ്വധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യുക. എന്താ നമ്മുടെയൊക്കെ സ്വധർമ്മം? ഞാനൊരു ആത്മാവാണ്. ആത്മാവായ ഞാൻ ഡ്രൈവറെ പോലെ ഈ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഈ കർമ്മേന്ദ്രിയങ്ങളെല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ്. ഞാനിതിനെ എങ്ങനെ നിയന്ത്രിക്കണം? ആത്മാവായ എൻ്റെ ഉള്ളിൽ ഈ യജമാനൻ്റെ പക്കൽ 7 ലൈറ്റ് എനർജി ഉണ്ട്. ഐ ആം എ പീസ്ഫുൾ സോൾ. ഞാൻ ശാന്തി നിറഞ്ഞ ഒരു ചൈതന്യമാണ്. ശാന്തിയുടെ ശക്തി കാര്യത്തിൽ ഉപയോഗിക്കുക. സത്യതയുടെ ശക്തി ഉപയോഗിക്കുക. അറിവിൻ്റെ വെളിച്ചത്തെ ഉപയോഗിക്കുക. സ്നേഹത്തിൻ്റെ പ്രകാശത്തെ ഉപയോഗിക്കുക. സന്തോഷത്തിൻ്റെ വെളിച്ചം ഉപയോഗിച്ച് ഈ വണ്ടി ഓടിക്കുക. സുഖം, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ അതീന്ദ്രിയ സുഖത്തിൻ്റെ എനർജി ഉപയോഗിക്കുക. പവിത്രതയുടെ ശക്തി ലൈറ്റ് ഉപയോഗിക്കുക. ഇപ്രകാരം നമ്മൾ സദോ ഗുണങ്ങളുടെ വെളിച്ചം ഉപയോഗിച്ച് വേണം ഈ ശരീരത്തിലെ ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും ഓരോ കർമ്മങ്ങളും ചെയ്യാൻ. അപ്പോഴാണ് എന്ത് പറയുക? കർമ്മയോഗി. അപ്പോൾ ഓരോ ജോലി ചെയ്യുമ്പോഴും ഇന്നു മുതൽ നമുക്ക് 10ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. എന്താണ് 10ാം തിരുപ്പടി? ശരണം പൊന്നയ്യപ്പ. എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഓരോ ജോലി, ഉദാഹരണത്തിന് ഇപ്പോൾ അടുക്കളയിലാണ്, സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം സർവശക്തിവാൻ പരമ്പൊരുളിനെ ഓർമ്മിച്ച് നമ്മൾ ആത്മാവിലേക്കും ഈ ശരീരത്തിലേക്കും എന്താണോ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ആഹാരത്തിലേക്കും പരമാത്മശക്തി നിറയുകയാണ്. ആ ഓർമ്മയിൽ നമ്മൾ ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം. ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ശ്രേഷ്ഠ വിചാരം, ഇത് അനേകരുടെ മനസ്സിനും ശരീരത്തിനും ശക്തി നൽകും. ഈ പ്രസാദത്തിൽ പരമാത്മശക്തി നിറയുകയാണ്. ശ്രേഷ്ഠ വിചാരങ്ങളോടുകൂടി നമുക്ക് അടുക്കളയിൽ
ജോലികൾ ചെയ്യാം. അടുക്കളയിൽ എപ്പോഴും ഈശ്വരൻ്റെ ഏതെങ്കിലും പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഈശ്വരീയ സത്സംഗങ്ങൾ, നല്ല പ്രഭാഷണങ്ങൾ പ്ലേ ചെയ്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ അടുക്കളയിലെ അന്തരീക്ഷവും നന്നായിരിക്കും. ഇപ്പോൾ ഒരാൾ കമ്പ്യൂട്ടറിൽ ഓഫീസിൽ വർക്ക് ചെയ്യാണ്, ഓഫീസിൽ പോയി ഇരുന്നിട്ട് ആദ്യം ഒരു നിമിഷം ഓർമ്മയിലിരുന്ന് ചെയ്യിപ്പിക്കുന്ന ആളെ ഒന്ന് വിളിക്കുക. നമ്മുടെ ബിഗ് ബോസ്, വലിയ ബോസിനെ വിളിച്ചിരുത്തിയിട്ട് ആ ബോസിനോട് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. ഓരോ ജോലി ചെയ്യുന്നതിന് മുമ്പും ആ പരമപ്രകാശത്തെ സർവശക്തിവാനെ വിളിക്കൂ. ആ സർവശക്തിയുടെ പ്രകാശം, ഈശ്വരൻ സർവശക്തിവാനാണ്. ആ സർവശക്തിവാൻ എന്ന് കിട്ടുന്നത് നമുക്ക് ലൈറ്റാണ്, ശക്തികളുടെ ലൈറ്റ്. അപ്പം ഞാനും ഒരു ലൈറ്റ്, സർവശക്തിവാന്റെ ലൈറ്റ് നമുക്ക് കിട്ടുമ്പോൾ ഡയറക്റ്റ് ലൈനാണ് പരമാത്മാവുമായി, ഡയറക്റ്റ് ലൈൻ. ആത്മാവാണെന്ന ബോധത്തിലെ പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ ഡയറക്റ്റ് ലൈനിലൂടെ നമുക്ക് ലൈറ്റ് കിട്ടുകയാണ്. ആ ലൈറ്റ് നമ്മുടെ ഈ ബിൽഡിങ്ങിൽ ഫുൾ വെളിച്ചം തരും. നമ്മുടെ ഓഫീസിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണോ ആ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ശക്തിയും ബുദ്ധിയും ഉണ്ടാകും, ക്ലാരിറ്റി ഉണ്ടാക്കും. അതുകൊണ്ട് ഏത് ജോലി ചെയ്യുന്നതും ഇന്നു മുതൽ ഒരു നിമിഷം ആ വലിയ ബോസിനെ വിളിച്ചിരുത്തിയിട്ട് ചെയ്യാം. കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെയ്യിപ്പിക്കുന്ന ആളുടെ ഒരു ഓർമ്മ ബോസ് നമ്മുടെ ഉണ്ടെങ്കിൽ തീർച്ചയായും സാധാരണ രീതിയിൽ തന്നെ നമുക്കൊരു ബോസിൻ്റെ ഓർമ്മ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ, ചെയ്യുന്നതിന് മുമ്പ് മാത്രമല്ല, ഇനി ജോലി ചെയ്ത് തീർന്നാലും ബോസിനടുത്ത് പോയി റിപ്പോർട്ട് കൊടുക്കണം, വേണ്ടേ? അതേപോലെ ഏത് ജോലിയും തീരുമ്പോൾ വീണ്ടും സർവശക്തിവാൻ ബോസിന് റിപ്പോർട്ട് നൽകുക. എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എല്ലാത്തിനും നന്ദി പറയുക, ചെയ്തതും സമർപ്പിക്കുക. അങ്ങനെ ഓരോ ജോലിയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഓഫീസിൽ മാത്രമല്ല, ഇപ്പം നമ്മളൊരു വണ്ടി എടുക്കുകയാണ്, സ്റ്റാർട്ട് ചെയ്ത് 2 വീലർ ആകട്ടെ, 4 വീലർ ആകട്ടെ, ബസ് യാത്രയിലാകട്ടെ, ട്രെയിൻ ആകട്ടെ, ഫ്ലൈറ്റ് ആകട്ടെ, സീറ്റിൽ കയറിയിരുന്ന ഉടനെ ആ സർവശക്തിവാൻ സുപ്രീം, ആ സർവേശ്വരനെ വിളിക്കുക. ഭഗവാനെ രഥിയാക്കി സാരഥിയാക്കിയിട്ട് ഇരുത്തുക. അർജുനനെ ഇരുത്തിയതുപോലെ നമ്മുടെ വണ്ടിയുടെ സാരഥിയാക്കി ഇരുത്തിക്കൊണ്ട് നമ്മളിരുന്നിട്ട് ചെയ്യിപ്പിക്കുന്ന ആള് ഭഗവാനാണ്. ഈ വാഹനത്തിൻ്റെ സാരഥി. ഈ വാഹനത്തിൽ ആത്മാവുള്ളതുപോലെ ജീവിതയാത്രയിൽ എൻ്റെ സാരഥി സർവശക്തിവാനാണ്. അപ്പം പരമാത്മാവിനെ മുന്നിലിരുത്തിക്കൊണ്ട് എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് ഈശ്വരീയ ലൈറ്റ് കൊടുത്തിട്ട് പരമാത്മ ലൈറ്റിൻ്റെ കവചത്തിൽ സുരക്ഷിതമായിട്ട് പോവാണ്. എവിടെയാണോ എത്തേണ്ടത് എത്തിയ സ്ഥലത്ത് നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു നിമിഷം സർവശക്തിവാനെ ഓർമ്മിച്ചിട്ട് സുരക്ഷിതമായി എത്തിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അപ്പോഴും ഒരു നിമിഷം ഓർമ്മ വരും, ഇല്ലേ? ഇപ്രകാരം നമ്മൾ ഏത് ജോലിയും, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം, കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു നിമിഷം, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം, ഇങ്ങനെ എന്തൊക്കെ ജോലികളാണോ, എത്ര തവണ നമ്മുടെ ഫോണ് ബെല്ല് അടിക്കണോ, ഓരോ തവണ ഫോൺ എടുക്കുന്നതിന് മുമ്പും ഒരു സെക്കൻഡ്. അങ്ങനെ അവരവരെന്ത് ജോലി, പാടത്തെ ജോലിയാണെങ്കിലും പറമ്പിലെ ജോലിയാണെങ്കിലും കടയിലാണെങ്കിലും അങ്ങനെയല്ലേ നമ്മൾ ചെയ്തിരുന്ന പണ്ടൊക്കെ. കടയിൽ കയറി അല്ലെ വാതിൽ തുറന്ന് ആദ്യം അടിച്ച് തുടച്ച് വിളക്ക് വെച്ച് ഒരു നിമിഷം ഈശ്വരനെ വിളിച്ചതിന് ശേഷമല്ലേ നമ്മൾ തുടങ്ങുള്ളൂ. കാരണം നമുക്കറിയാം ബിഗ് ബോസ്, നമ്മുടെ എല്ലാം വലിയ ബോസ്, ഉത്തരവാദിത്തപ്പെട്ട ആള്, നമ്മുടെ കുടുംബനാഥൻ സർവശക്തിവാനാണ്. അതുകൊണ്ട് അയ്യപ്പസ്വാമി ആ വിഗ്രഹത്തിലൂടെ നമ്മളോട് പറയണം, മക്കളെ, ഈ കലിയുഗി ജീവിതയാത്ര സുഗമമായി പൂർത്തിയാക്കണമെങ്കിൽ എൻ്റെ മക്കളും എന്ത് ചെയ്യൂ? ധ്യാനമൂർത്തികളായിരിക്കും, കർമ്മയോഗികളായി കർമ്മം ചെയ്യൂ. അങ്ങനെ ഇന്ന് നമുക്ക് 10ാമത്തെ പടിയിലേക്ക് കയറാം. ഒറ്റ വാക്ക് ഓർമ്മിച്ചാൽ മതി, ജാം, ജസ്റ്റ് എ മിനിറ്റ്. ഏത് ജോലികൾ ചെയ്യുമ്പോഴും ജസ്റ്റ് എ മിനിറ്റ് ഓർ ജസ്റ്റ് എ മൊമെൻറ്റ്, ഒരു നിമിഷ നേരം ആ ബോസിനെ ഓർമ്മിച്ച് ശക്തി എടുത്തിട്ട് ആ സർവശക്തിവാന്റെ ശക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്തു നോക്കൂ. അപ്പോൾ ഒരു ദിവസം പലതവണ നമുക്ക് ഓർമ്മ വരും. പറയാറില്ലേ, പലതുള്ളി പെരുവെള്ളം. അപ്പോൾ നമ്മൾ ഈ കുട്ടികളൊക്കെ ചെറിയ ചെറിയ വഞ്ചികളൊക്കെ വെച്ചിട്ട് ഒരു നാണയം ശേഖരിക്കുന്നത് പോലെ ഒരു ദിവസത്തിൽ പലതവണ നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ഉള്ളിൽ ബോസിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ ഈ പെട്ടിയിലേക്ക്, നമ്മുടെ മനസ്സിൻ്റെ പെട്ടിയിലേക്ക് പലതവണ പലതുള്ളി പെരുവെള്ളം, പല നാണയങ്ങൾ ചേർക്കാണ്, പലതവണ സർവശക്തിവാൻ്റെ ഓർമ്മ വരികയാണ്. അപ്പോൾ ഇത്രയും തവണ നമ്മൾ ഓർമ്മിക്കുമ്പോൾ ആ ഓർമ്മകളുടെ ഓരോ നാണയങ്ങൾ ചേർന്ന് 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 വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താവും? ഈ സഞ്ചി നിറയും. അപ്പം നമ്മൾ ഫുൾ ഡേ ചാർജ്ഡ് ആയിരിക്കും.
എനർജറ്റിക് ആയിരിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ ഒരു നല്ല ഡെപ്പോസിറ്റ് ഉണ്ടാവും. ശ്രേഷ്ഠ കർമ്മത്തിൻ്റെയും ഡെപ്പോസിറ്റ് ഉണ്ടാവും. അത് നമുക്ക് ബ്ലെസ്സിങ്സ് തരും. പരമാത്മാവിൻ്റെ ഓർമ്മ അത് ഈ ബാറ്ററിക്ക് ഫുൾ ഡേ ചാർജ് ഉണ്ടാകാൻ നമ്മളെ സഹായിക്കും അല്ലേ. ഇന്നു മുതൽ നമുക്ക് ഈ 10ാം പടിയിലേക്ക് കയറി കർമ്മയോഗികളായി ജസ്റ്റ് എ മിനിറ്റ് ഓരോ കർമ്മവും പരമാത്മസ്മൃതിയിൽ ചെയ്യും. അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം എനിക്ക് നൽകുന്ന വിശേഷ സന്ദേശം ഇതാണെന്ന സ്മൃതി ഉണർത്താം. ഒരു നിമിഷം നമുക്കെല്ലാം ധ്യാനത്തിലിരിക്കാം. സങ്കല്പം എടുക്കാം. ഇന്നു മുതൽ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരെയും ഞാൻ ഒരു നിമിഷം എങ്ങനെ പരമാത്മസ്മൃതിയിലിരുന്ന് ഓരോ കാര്യങ്ങളും തുടങ്ങുകയും ചെയ്യുകയും പൂർത്തിയാക്കുകയും ചെയ്യാം. ജസ്റ്റ് എ മിനിറ്റ്. ഈ കർമ്മയോഗി ജീവിതം ഞാൻ ചെയ്യുകയും എല്ലാവരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ഏത് ജോലിയും തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ആത്മസ്മൃതിയിലേക്ക് ഉണരാം. ദേഹമാകുന്ന ഈ വിളക്കിൽ ശ്രദ്ധ ഇരുപുരികങ്ങളുടെ മധ്യത്ത് ആത്മാവാകുന്ന ചൈതന്യ ബൾബിലേക്ക് കേന്ദ്രീകരിക്കാം. ഞാൻ ശക്തിശാലിയായ ഒരു ഊർജമാണ്. ദേഹത്തിലെ സർവേന്ദ്രിയങ്ങളെ കൊണ്ടും ജോലികൾ ചെയ്യിപ്പിക്കുന്നത് ഞാനാണ്. ആത്മാവായ ഞാനാണ് ഈ ശരീരത്തിൻ്റെ ബോസ്. എല്ലാ കർമ്മേന്ദ്രിയങ്ങളും എൻ്റെ ജോലിക്കാരാണ്. ഈ ഇന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ സർവശക്തിവാൻ പരമമായ ബോസിനെ പരംപിത പരമാത്മാ പരമ്പൊരുൾ സർവശക്തിവാൻ പ്രഭു ആ പരമശക്തിയുടെ കറണ്ട് എന്നിലേക്ക് നിറയുകയാണ്. ഈശ്വരീയ ശക്തിയുടെ കറണ്ട് ഉപയോഗിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് സർവശക്തിവാൻ പരമ്പൊരുളാണ്. ഈ നിമിത്ത ഭാവത്തോടു കൂടി ഞാനൊരു കർമ്മയോഗിയായി അയ്യപ്പ വിഗ്രഹം എനിക്ക് നൽകുന്ന വിശേഷ സന്ദേശം കലിയുഗത്തിൽ കർമ്മയോഗിയായി ജീവിക്കൂ. ഈ 10ാം പടിയിലേക്ക് ഞാനിന്ന് കയറിയിരിക്കുകയാണ്. ഓം ശാന്തി.